ഇന്ന് ഇച്ചിരി ബീഫ് തിന്നാനൊരാഗ്രഹം. വല്ലപ്പോഴും നമ്മൾ ബീഫ് വാങ്ങാറുള്ളൂ. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയി ചക്കരേനെ കൂട്ടിയിട്ട് വരുന്ന സമയത്ത് ഞാനും അവളും കൂടി പോയി ഇച്ചിരി ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് പെട്ടെന്ന് വെക്കാമെന്ന് വിചാരിച്ചു. 12 മണി ആയി ഇപ്പം തന്നെ. എന്നാൽ വേഗം വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഞങ്ങൾ കുക്കറിൽ ബീഫൊക്കെ ഇട്ട് വെച്ചേക്കുവാണേ. അപ്പോൾ ആച്ചു പറഞ്ഞു ആച്ചുവിനെ വിളിക്കണം ഉണ്ടാക്കണം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്ന് നിൽക്കുക. അപ്പോൾ ഇതൊക്കെ ഏതാന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും അവനറിയാം, മീറ്റ് മസാലയും ചിക്കൻ മസാലയും അവന് മാറിപ്പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ബീഫൊക്കെ വെക്കുമ്പോൾ നമ്മൾ മീറ്റ് മസാലയാണ് ഇടുക എന്ന് പറഞ്ഞു. എന്നിട്ട് മീറ്റ് മസാലയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് അവൻ ഇളക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവൻ വാശി പിടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇളക്കണമെങ്കിൽ ഒരു രീതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആൺപിള്ളേരാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കട്ടെ, ഫ്യൂച്ചറിലേക്ക് ഉപകാരപ്പെട്ടെങ്കിലോ. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് കുക്കറിൽ വെച്ചിട്ട് വിസിലടിച്ചെടുക്കുകയോ ചെയ്യുന്നത്. എനിക്ക് അല്ലാണ്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാനൊന്നും സമയമില്ല. അങ്ങനെ വേഗം നമ്മൾ ബീഫിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും പിന്നെ സവാള അരിഞ്ഞ് വെച്ചതും ചെറിയുള്ളിയും എല്ലാം ഞാൻ ഇട്ടേ. പിന്നെ പച്ചമുളക് കീറി വെച്ചു, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ചതച്ച് വെച്ചു. എനിക്ക് ബീഫിലിടുന്ന കായ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കായ ഒരെണ്ണം ഞാൻ ഇട്ടു. പിന്നെ ഇച്ചിരി തേങ്ങാക്കൊത്തും ഇട്ടു. തേങ്ങാക്കൊത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടത് കൈ കൊണ്ട് തിരുമ്മി ഇങ്ങനെ സെറ്റാക്കണേ. നല്ലോണം തിരുമ്മണം. അതെ അവനും വന്നിട്ട് തിരുമ്മുന്നുണ്ട്. ഞാൻ പറയടാ കൈ പുകയൂടാന്ന് പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല. അങ്ങനെ നല്ലോണം തിരുമ്മുക. സവാളയുടെ നീരൊക്കെ കണ്ണിലേക്ക് പോയിട്ടേ എനിക്ക് ദേഷ്യം പിടിക്കും. ആച്ചുവിനോട് ഞാൻ ചീത്ത പറയാം ആച്ചുവിനെ. അപ്പോൾ അതേ നല്ലോണം കൈയൊക്കെ ഇതായി കണ്ണൊക്കെ എരിഞ്ഞിട്ട് പോയി. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇച്ചിരി ചാറ് പോലെയാണ് വേണ്ടത് ബീഫ്. ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. എന്നിട്ട് ഗ്യാസൊക്കെ കത്തിച്ച് വെച്ച് ഒരു 5 വിസിൽ വന്ന് കാണും. ഞാൻ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചത്. അപ്പോൾ പിന്നെ വേഗം ആയിക്കോളൂല്ലോ. ഉപ്പും എരിവും എല്ലാം നോക്കി ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ചക്കപ്പുഴുക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇച്ചിരി ചക്കപ്പുഴുക്കും കൊണ്ട് വന്നു. ഇച്ചിരി പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ചക്കപ്പുഴുക്കും ചോറും പൊറോട്ടയും ഒക്കെ തിന്നു. ഇപ്പം തന്നെ 2:30 ഒരു സന്തോഷം. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് 3:30 അവൾ പോയപ്പോൾ. എന്നാലും ഒരു സന്തോഷം.